നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ? പൊട്ടറ്റോയും നൂഡിൽസും മാത്രം മതിയിട്ട് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നൂഡിൽസും പൊട്ടറ്റോയും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 4 മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പ്രഷർ കുക്കറിൽ ഒരു 4 വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ പൊട്ടറ്റോ വേവിച്ചത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ വലിയ പൊട്ടറ്റോ ഒക്കെയാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം വേവിക്കേണ്ടി വരും. നല്ല പോലെ ഉടച്ചെടുക്കണം കേട്ടോ പൊട്ടറ്റോ, എന്നാലേ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഉടച്ചെടുത്ത പൊട്ടറ്റോയിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാട്ട് മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കല്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്താൽ മതി. ഇതാണ് കേട്ടോ ചാട്ട് മസാല. അപ്പോൾ ഇതൊരു പാക്കറ്റ് നമ്മൾ വാങ്ങി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേട് കൂടാതിരിക്കും. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഉടയാതെ കിടക്കുന്ന പൊട്ടറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ചെടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കുക ആദ്യം തന്നെ. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡുമൊക്കെ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഷേപ്പിൽ ആക്കിയെടുക്കാം എല്ലാം. അപ്പോൾ ഒരേ അളവിൽ എടുത്തിട്ട് ഉരുട്ടുക കേട്ടോ, എന്നാലേ നമുക്ക് ഒരേ സൈസിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മൾ എടുത്ത അളവിൽ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നൂഡിൽസാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇപ്പിയുടെ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. ഇത് വലിയ പാക്കറ്റാണ് കേട്ടോ. ഇതിൽ ഇതുപോലത്തെ 4 ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ 1 മതി നമുക്ക്. ഇപ്പോൾ നിങ്ങൾ മാഗിയുടെ നൂഡിൽസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പാക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഈ പാക്കറ്റിൽ തന്നെ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന ഒരു കോല് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് ക്രഷായിട്ട് കിട്ടും. നല്ല പൊടിയാക്കിയൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നൂഡിൽസിൻ്റെ ഒരു ടെക്സ്ചറിൽ തന്നെ വേണം, എന്നാൽ നന്നായിട്ടൊന്ന് ക്രഷായിട്ട് കിട്ടുകയും വേണം. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള നൂഡിൽസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നൂഡിൽസിൽ കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ സ്നാക്ക് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ടല്ലേ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്യാറുള്ളത്. നമ്മൾ നൂഡിൽസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഉണ്ടല്ലോ, ഇപ്പി മസാല, നൂഡിൽസ് മസാല ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പാക്കറ്റാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മൈദയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. 2.5 ടേബിൾ സ്പൂൺ മൈദയിലോട്ട് ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് നോക്കിയിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഒരു മീഡിയം തിക്നെസ്സിലാണ് കേട്ടോ അത് റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ നമ്മൾ മാഗി മസാലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സ്ലറിക്ക്. നമ്മളിത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് ഉണ്ടാക്കി എടുക്കേണ്ടത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഫിംഗേഴ്സ് ആദ്യം ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ടല്ലോ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ. ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കേണ്ടി വരും, എന്നാലാണ് ഈ ഫിംഗേഴ്സുമ്പോൾ നല്ല പോലെ നൂഡിൽസ് ഒന്ന് കോട്ടായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാ പൊട്ടറ്റോ ഫിംഗേഴ്സും നൂഡിൽസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ, എന്നാലാണ് നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ നൂഡിൽസൊക്കെ ദിമ്മെന്ന് വീഴാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാതെ വേണമെങ്കിലും ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താണെങ്കിലും 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. ഇനി നല്ല തിളച്ച എണ്ണയിലോട്ടിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യാം, കാരണം അതിൻ്റെ പുറമെ മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. പൊട്ടറ്റോ ഒക്കെ നമ്മൾ ആൾറെഡി കുക്കാക്കിയതാണല്ലോ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലോട്ടാണ് കേട്ടോ മാറ്റുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൊട്ടറ്റോ നൂഡിൽസ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ പൊട്ടറ്റോ ഫിംഗേഴ്സൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെയൊന്നുമല്ല കേട്ടോ, അതിനേക്കാൾ ടേസ്റ്റാണ് ഇതിന്. കാരണം നൂഡിൽസിൻ്റെ മസാല ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെയാണ്. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിൻ്റെ പുറമേ ഇരിക്കുന്നത്. അകത്ത് നല്ല സോഫ്റ്റുമാണ്, കണ്ടില്ലേ, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാൽ പുറമെ നല്ല ക്രഞ്ചിയാണ്. അപ്പോൾ ചൂടോട് കൂടി നല്ല ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ വീഡിയോ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്